ഞങ്ങൾ മൂന്നുപേരും ഒന്നിച്ചാണല്ലോ എപ്പോഴും സിനിമ. ഞാൻ ഡയറക്ടറായി. കാന്തക്കുട്ടൻ്റെ ആദ്യത്തെ ഇൻഡിപെൻഡന്റ് ഫിലിം, സത്യൻ അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ. അങ്ങനെ ആരംഭിച്ചു. അങ്ങനെ തുടങ്ങി. സീമ അഭിനയിച്ചതിൻ്റെ സീമ കല്യാണം തൊട്ടിട്ട് പ്രസവം വരെ എല്ലാം എൻ്റെ കോൾ ഷീറ്റിലാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകുന്നത്. ഓ കാരണം 29 പടം എന്നൊക്കെ പറഞ്ഞാൽ എത്ര ദിവസത്തെ ഡേറ്റാ നിങ്ങളുടെ ഇരിക്കുന്നത്? എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ. അതല്ല പറഞ്ഞു, ഞാൻ പറയാറുണ്ട് സീമ പൂർണ്ണ ഗർഭിണിയായിരിക്കുകയാണ്, 9 മാസം 10 മാസം. അപ്പം എൻ്റെ ഒരു പടം തീരം ബാക്കിയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു സീമ പോയാൽ ഇനി വരാൻ 6 മാസമാവും. അപ്പം ഷോർട്സ് ക്ലോസപ്സ് മാത്രം എടുത്തിട്ട് വിടാമെന്ന് പറഞ്ഞിട്ട് ഒരു ഗോസ്റ്റ് സിനിമയാണ് ആരതി പറഞ്ഞിട്ട് സിനിമ. അപ്പോൾ സീമ ഫുൾ ഗർഭിണിയായിട്ട് വെള്ള സാരിയൊക്കെ കൊടുത്ത് മുടിയൊക്കെ ഇത്രയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ ഗോസ്റ്റ്. അപ്പോൾ ശശിയേട്ടൻ പറഞ്ഞാൽ ഒന്ന് പറഞ്ഞു വിടാം, അവൾ ഇവിടെ എവിടെയും കിടന്ന് പ്രസവിക്കും. അപ്പൊ സീമ പറയുന്നത് ചന്ദ്രേട്ടന്റെ സെറ്റല്ലേ, എനിക്ക് സന്തോഷമുള്ളൂ ഞാൻ ഇവിടെ. അങ്ങനെ പൂർണ്ണ ഗർഭിണിയായ ഒരു യക്ഷിയൊക്കെ മലയാള സിനിമയില് ഇന്നോളം വന്നിട്ടുണ്ടോ എന്നറിയില്ല. നിങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയേക്കുന്നുണ്ടല്ലോ, ഒരു കാലഘട്ടം മുഴുവൻ എന്തൊക്കെയാണ് കേൾക്കുന്നത്.